ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവരും ട്രൈ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ അവോക്കാഡോ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. എന്നെ അപേക്ഷിച്ചിട്ട് ഞാൻ വീട്ടിൽ മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും അല്ലെങ്കിൽ തിരക്കുള്ളപ്പോഴൊക്കെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു വൺസെങ്കിലും ഇതുണ്ടാവും വീട്ടിൽ കഴിക്കാനായിട്ട്. കാരണം എല്ലാ ദിവസവും നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് എയ്തർ ഈ ഒരു അവോക്കാഡോ എഗ്ഗ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഓട്സ് ആയിരിക്കും. ഞാനായിട്ട് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ട്രൈ ചെയ്യുന്നത് ഫ്രൈഡ് എഗ്ഗ്. ഒന്നില്ലെങ്കിൽ നമുക്ക് സൈഡിൽ കരുതാം, അവോക്കാഡോ സാൻഡ്വിച്ചിൻ്റെ സൈഡിൽ. ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ അവോക്കാഡോ വെച്ചിട്ട് ടോസ്റ്റ് ഒരു ബൈറ്റ് എടുത്തതിന് ശേഷം ഫ്രൈഡ് എഗ്ഗ് സൈഡിൽ വെച്ചിട്ട് അതൊരു ബൈറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കോംബോ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ വെച്ച് കഴിക്കാം കേട്ടോ, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ. പിന്നെ അവോക്കാഡോ നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ അത് ഗ്രീൻ ആയിരിക്കും. അത് ഞങ്ങൾ ചിലപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അരിയിൽ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറും. പഴുക്കണമല്ലോ അത്. അപ്പോൾ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളർ ആവണം. അത് നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഗ്രീൻ അതിൻ്റെ പൾപ്പ് പോരണം എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അവോക്കാഡോ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാറില്ല. 1, 2, 3 മാക്സിമം. കാരണം ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാനും ഇത് താല്പര്യമില്ല. പക്ഷേ ആഴ്ചയിൽ 1, 2 ദിവസം ഇതായിരിക്കും മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ഒരു സന്തത സഹചാരിയാണ് അവോക്കാഡോ. എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഈ അവോക്കാഡോ. പക്ഷേ എൻ്റെ കൂടെയുള്ള കൊളീഗ്സൊക്കെ, ഞാൻ പണ്ട് അയർലൻഡിലായിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഇന്ത്യൻ കൊളീഗ്സ് അല്ലായിരുന്നു, സ്പാനിഷും പോളിഷും ഐറിഷൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ കഴിക്കുന്ന മെയിൻ സാധനമാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ അവർ കഴിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രൽ ടേസ്റ്റൊക്കെ പോയിട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോസ്റ്റിൽ സ്പ്രെഡ് കൊടുക്കാം. അവരിതുപോലെ നമ്മുടെ പോലെ മാഷ് ഒന്നും ചെയ്ത് അതിൻ്റെ സാലഡ് പരുവൊക്കെ ആയിട്ടൊന്നും അല്ല കേട്ടോ കഴിക്കണം. ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പറും ലെമൺ ജ്യൂസും ഉപ്പും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം യമ്മിയാണ്. ഞാൻ പിന്നെ കുറച്ച് ലെറ്റ്യൂസും തക്കാളിയൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ടതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഭയങ്കര ഫില്ലിംഗ് ആണിത്.